വിജയ് അദ്ദേഹത്തിൻ്റെ തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അതിൻ്റെ കൊടി ഉയർത്തി പാർട്ടി ആസ്ഥാനത്ത് എല്ലാ പാർട്ടി ഓഫീസുകളിലും വ്യാപകമായി കൊടികൾ ഉയർത്താനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആക്റ്റീവായിട്ട് പാർട്ടി പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വിജയെക്കുറിച്ച് പലതവണ ഇവിടെ സംസാരിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി ഈ പശ്ചാത്തലത്തിൽ സംസാരിക്കാൻ നജിംസ് എന്താണ് തോന്നുന്നത്? വിജയുടെ കൊടി ഒരു വലിയ മാസ് പടത്തിലെ പാട്ട് പോലെയുള്ള പാർട്ടിയുടെ അവതരണ ഗാനം ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ. വിജയുടെ സിനിമയിലെ പാട്ട് പോലെയാണ് ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. ഈ അഴകിയ തമിഴ് മകനിലെ പാട്ടിൻ്റെ ഒക്കെ ഒരു ട്യൂൺ ഉണ്ടായിരുന്നു. അതേപോലെ കൊടി സ്പെയിനിൻ്റെ നാഷണൽ ഫ്ലാഗ് മാതിരിയൊക്കെയാണ് തോന്നുന്നത്. മഞ്ഞയും ചുവപ്പും കൂടിയിട്ടുള്ള രണ്ടാന വാഗപ്പൂവ് നക്ഷത്രം സംഭവം കളറായിട്ടുണ്ട്. കളറായിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ എങ്ങനെയാണ് തമിഴ്നാട് ഈ പാർട്ടിയോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഒന്ന്, വിജയ് ഫാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം മില്ലേനിയൽസ് ആയിരിക്കും കൂടുതൽ. അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഒരു പൊളിറ്റിക്കൽ ആസ്പിറേഷൻ എന്താണെന്നുള്ളതാണ് വിജയുടെ പാർട്ടിയുടെ വിജയത്തെ ബാധിക്കുന്നൊരു കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് വിജയ്ക്ക് എന്നല്ല, ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ്. അത് BJP ആണോ, ആം ആദ്മി പാർട്ടിയാണോ, അതല്ല വിജയുടെ പാർട്ടിയാണോ എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ കാരണം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസും CPM പോലെ, LDF UDF പോലെ അവിടെ DMK IDMK ആണ് പരസ്പരം മത്സരിക്കുന്നത്. AIDMK അതിൻ്റെ ഒരു സ്വാഭാവികമായ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അവർക്ക് പലയിടത്തും അവർ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലത്ത് പോലും അവർക്ക് തോൽവി നേരിടേണ്ടി വരുന്നു. DMK അതിൻ്റെ തേരോട്ടം തുടരുകയാണ്. അപ്പോൾ അതിന് ബദൽ ആരാണ്? അണ്ണാമലയാണോ, BJP ആണോ എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. പക്ഷേ BJPക്ക് തമിഴ്നാട്ടിൽ എത്രമാത്രം വേരോടിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കാരണം അണ്ണാമലയെ പോലെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള, വളരെ ചെറുപ്പക്കാരനായ ഒരു ലീഡർ ഉണ്ടായിട്ട്, 39 വയസ്സുള്ള അദ്ദേഹത്തിന് ഒരു ലീഡർ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വലിയ പ്രസംഗം നടത്തുന്ന ആളാണ്. വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തിയിട്ട് പോലും തമിഴ്നാടിനെ ഇളക്കി മറിച്ചിട്ട് പോലും കാര്യമായ ഇലക്ട്രൽ ഗെയിൻ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഇനിയൊരു ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഊന്നിയിട്ടുള്ള മറ്റൊരു പുതിയ പാർട്ടി ആയിരിക്കും അവിടെ വിജയിക്കുക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതിന് മറുപടി നൽകേണ്ടത് വിജയുടെ പാർട്ടി തന്നെയാണ്. വിജയുടെ പാർട്ടി പറയുന്നത് ഞങ്ങൾക്ക് എന്തോ ഐഡിയോളജിയാണ്, ഞങ്ങൾ അഴിമതി വിരുദ്ധതയാണ് ഞങ്ങളുടെ മുഖം എന്നൊക്കെ പറയുമ്പോഴും കോർ ആയിട്ടുള്ള തമിഴ് രാഷ്ട്രീയത്തിൻ്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ടച്ച് ചെയ്യുന്നേ ഇല്ല. അദ്ദേഹം BJPക്കെതിരെ ഒന്നും പറയുന്നില്ല, അദ്ദേഹം DMKക്കെതിരെ പ്രത്യക്ഷത്തിലൊന്നും പറയുന്നില്ല. ഒരു തരത്തിലുള്ള ഈ അമീബിക് രൂപമുള്ളൊരു പാർട്ടി, എന്തിലും കയറി ചെല്ലാവുന്നൊരു പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ന് തോന്നുന്നു. പക്ഷേ തമിഴ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാർഡം അദ്ദേഹം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഐഡിയോളജി വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐഡിയോളജി ഇല്ലാതെ വിജയ്ക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ ഗ്രിപ്പുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റിന് ഉള്ള മറുപടിയാണ് കമൽഹാസൻ്റെ പാർട്ടി. കമൽഹാസൻ്റെ പാർട്ടിയുടെ ഐഡിയോളജി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത് വിശദീകരിക്കാൻ കഴിയില്ലായിരുന്നു. അത് പരീക്ഷിച്ച് പരാജയപ്പെട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ കമൽഹാസനെ പോലെയല്ല, കുറേ കൂടി പോപ്പുലർ ഫാൻ ബേസ് ഉള്ളൊരു നടനാണ് വിജയ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ എന്തായാലും വിജയ്ക്കൊരു സാധ്യതയുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ വിജയ്ക്കൊരു സാധ്യതയുണ്ട്. കാരണം DMK നേരിടാൻ AIDMK പോരാ. അതിൽ ഞാൻ സാധ്യത എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ അണ്ണാമലയ്ക്കും സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിജയ് ഇത് പ്രഖ്യാപിച്ച സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്ത ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് അണ്ണാമലയായിരുന്നു. ബാക്കി എല്ലാവരും അതിൽ സംശയമാണ് പ്രകടിപ്പിച്ചത്. DMK ആവട്ടെ AIDMK ആവട്ടെ അതിൽ സംശയമാണ് പ്രകടിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്താണ് എന്നുള്ള ചോദ്യമാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം, അത് അദ്ദേഹം വ്യക്തമാകട്ടെ എന്നുള്ള പറഞ്ഞപ്പോൾ അണ്ണാമലൈ പറഞ്ഞത് വരട്ടെ എന്നാണ് പറയുന്നത്. കാരണം അത് BJPയുടെ സാധ്യതകളെ കൂടി സഹായിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷേ ഒരു പുതിയ പാർട്ടിക്ക് എന്തായാലും തമിഴ്നാട്ടിൽ സാധ്യതയുണ്ട്. അത് BJP ആണോ വിജയുടെ പാർട്ടിയാണെന്നുള്ള 2026 തെരഞ്ഞെടുപ്പ് തെളിയിക്കും. ദിവസം എങ്ങനെ ഉണ്ടോ ഈ തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിലോ അതിൻ്റെ സാംസ്കാരിക പരിസരത്തും ഹുക്കുകളില്ലാത്ത ഒരു പാർട്ടിക്ക് ഈ അഴിമതി വിരുദ്ധത പോലെയുള്ള സബ്ജക്റ്റുകൾ മാത്രം പറഞ്ഞ് എന്തുമാത്രം സാധ്യതയുണ്ട്? അല്ല, അഴിമതി വിരുദ്ധത മാത്രമല്ല വിജയ് പറയുന്നത്. വിജയ് ഇപ്പോൾ കഴിഞ്ഞ മാസം പാർട്ടി ഇന്നലത്തെ പരിപാടിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ 3 കാര്യമുണ്ട്. ഓക്കെ, ഈ നിഷാദ് പറഞ്ഞ പോലെ ആം ആദ്മിക്കാർ പറയുന്ന ട്രാൻസ്പെറൻസി, കറപ്ഷൻ ഫ്രീ, അതിൻ്റെ കൂടെ തന്നെ കാസ്റ്റ് ഫ്രീ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാസ്റ്റ് ഫ്രീ പൊളിറ്റിക്സ്, പിന്നെ സോഷ്യൽ ജസ്റ്റിസ്. ഇപ്പോൾ കാസ്റ്റ് ഫ്രീ സോഷ്യൽ ജസ്റ്റിസ് ഇത് തമിഴ്നാടിൻ്റെ യുണീക്കായിട്ടുള്ള ഒരിതാണ്. മറ്റേതാണ് ഈ പറയുന്ന ആം ആദ്മിക്ക് കൊണ്ടുവരുന്ന ട്രാൻസ്പെറൻസി, ആൻറ്റി കറപ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഈ 2 എലമെൻറ്റിനെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, ആഗ്രഹിക്കുന്നതെന്നാണ് ഇന്നലത്തെ സംസാരം തോന്നിയത്. അപ്പോൾ അതിൻ്റെ സാധ്യത എന്ന് വെച്ചാൽ ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ ഇതൊരു ഒരു ഡിമിനിഷിങ് സ്റ്റേജിലാണ് AIDMK എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സംക്രമണകാലം എന്ന് വേണമെങ്കിൽ പറയാം. വേറെന്തോ ആകാനുള്ള ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അതിൽ നിന്നുള്ള അവർക്ക് എന്തായാലും BJPയിലേക്ക് അത്ര എളുപ്പം പോകാൻ പറ്റില്ല. BJPയിലേക്ക് AIDMK എന്ന് പോകാവുന്നത് പോയി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ അലയൻസിലൂടെ BJP ശ്രമിച്ചതാണ് AIDMKയിൽ നിന്ന്
കാഡേഴ്സിന് എടുക്കുക എന്നുള്ള ഈ അലയൻസിലൂടെ സീറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതിനല്ല BJP പ്രിഫറൻസ് കൊടുത്തത്. പരമാവധി കേഡേഴ്സിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിലവർ അതിൻ്റെ ഒരു സാച്ചുറേഷൻ ലെവൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് AIADMKയുടെ ഈ പറയുന്ന ഡിമിനിഷിങ് സ്റ്റേജിൽ അതിൽ നിന്നുള്ള ആളുകളെ കൂടെ വിജയ് വിചാരിക്കുന്നുണ്ട്. അല്ല, അത് അങ്ങനെ സാധിക്കുമായിരിക്കും. അങ്ങനെയെങ്കിലും നല്ലതാണ്, തമിഴ് പൊളിറ്റിക്സ് നല്ലതാണെന്ന് ഞാൻ പറയാം. കാരണം AIADMK പൊടുന്നനെ ശൂന്യമായി കഴിഞ്ഞാലുണ്ടല്ലോ, ആ സ്പേസ് ശൂന്യമായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണത്. ഭയങ്കര പ്രശ്നം വെച്ചാൽ ഒന്നാമതായി അതിലേക്ക് കടന്നു വരാൻ പോകുന്നത് BJP ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ആ ഒരു പവർ ബാലൻസ് എപ്പോഴും ഒരു സോഷ്യൽ ബാലൻസ് കൂടെയാണ്. ഇപ്പോൾ കേരളത്തിൽ LDF UDF എന്ന് പറയുന്ന ഈ രണ്ട് മുന്നണികളിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ സാമൂഹിക സന്തുലനത്തെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്, പല നിലക്കുള്ള. അതേ ഒരു സംഗതി തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഈ അധികാര സന്തുലനം എന്ന് പറയുന്ന ഒരു സംഗതി നിലനിർത്താൻ ഇപ്പുറത്ത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഫോഴ്സ് ആവശ്യമാണ്. അപ്പോൾ AIADMK പൊടുന്നനെ ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ദുർബലമായി പോകുന്നു എന്ന് തോന്നുമ്പോൾ വിജയെപ്പോലെ ഈ സ്വാധീനമുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കയറി നിൽക്കാനൊരിടം കിട്ടുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പിന്നെ BJP അണ്ണാമലൈ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും BJPക്ക് ഇദ്ദേഹത്തെ BJP കേഡേഴ്സിന് ഇദ്ദേഹത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? BJP ഇയാളെ പേര് പറയാറുണ്ടോ? മുഴുവൻ പേരല്ലേ പറയാറുള്ളൂ. അത്രയും ഒരു ശത്രുത നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിവേ വൈകപ്പൂവാണ് കേട്ടോ ഇതിൻ്റെ കൊടിയിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഘകാലത്തെ പിന്നെ രാജാക്കന്മാർ വിജയിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ചൂടുന്ന ഇത് ഈ വൈകപ്പൂവിൻ്റെ മാലയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് വിജയ് വൈകപ്പൂ വെച്ചിരിക്കുന്നതെന്നാണ്. നോക്കാം വിജയ് എന്താണ് തമിഴ് രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.